കൂട്ടുകാർക്കും സ്വാഗതം. ഹായ്. ഹലോ. ഇന്ന് നമ്മൾ തിരുവിരുന്നിന്റെ ഫ്രഷ് ആയിട്ടുള്ള പുതിയ എപ്പിസോഡിലേക്ക് വന്നിരിക്കുക അല്ലേ? ആദ്യത്തെ സെഗ്മെന്റ് എന്താണ്? അപ്പൊ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇന്ന് ആ ഗെയിമിന്റെ എന്തായിരിക്കും എന്ന് ഓർത്തിട്ട് ആ ഒരു ഇതിലല്ലേ, എക്സൈറ്റ്മെന്റിലിരിക്കണേ. ഇന്നത്തെ നമ്മുടെ ഗെയിം ഒരു സസ്പെൻസ് ഗെയിമാണ്. വളരെ രസകരമായ ഒരു ഗെയിം. അന്ന് നമുക്ക് ഗെയിമിലേക്ക് പ്രവേശിച്ചാലോ? ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സസ്പെൻസ് ഗെയിം. ഇപ്പൊ നമ്മുടെ ഗെയിം കളിക്കാനുള്ള പ്രോപ്പർട്ടി ഒക്കെ റെഡിയാണ്. ഇനി ആരാണ് ഈ ഗെയിം കളിക്കാൻ വരുന്നത്? ഓക്കെ, 4 പേരും പോരെ. ഗെയിമിന്റെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ്? ഇതൊരു മെമ്മറി ടെസ്റ്റ് ആണ്. അപ്പം അതിൻ്റെ ഇവിടെ കുറേ ഒരു 25ഓളം സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് 30 സെക്കൻഡ് സമയം തരും. ആ സമയത്തിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഈ സാധനങ്ങളൊക്കെ എന്താക്കും നോക്കണം. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 30 സെക്കൻഡ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ കണ്ടു എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് എഴുതണം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഞാൻ ഈ കവർ ചെയ്ത ഷീറ്റ് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് നോക്കാം. ഇങ്ങോട്ട് അടുത്ത് നിന്നോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, സ്റ്റോപ്പ്. കണ്ടില്ലേ എല്ലാ സാധനങ്ങളും? ഇനി നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു. നിങ്ങൾക്ക് പേപ്പറും പെന്നും ഇപ്പം തരും. അപ്പം നിങ്ങൾ ഓർത്ത് എഴുതണം കേട്ടോ. ഓർത്ത് എഴുതാൻ നിങ്ങൾക്ക് 30 സെക്കൻഡ് സമയം തരും. ഇപ്പം ഞാനിത് മൂടി വെക്കും. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എഴുതാനായിട്ട് പേപ്പർ തരാം. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ശ്രദ്ധ മാറിപ്പോയിട്ട് ഓർത്തോർത്ത് എഴുതണേ. വേഗം എഴുത്. ഓക്കെ, സ്റ്റോപ്പ്. എഴുതി കഴിഞ്ഞു. അപ്പം ഇനി ഓരോരുത്തരും വായിക്കണം എന്താ എഴുതിയെന്നേ. എത്ര എണ്ണം നിങ്ങൾ എഴുതിയെന്ന് ടോട്ടൽ എണ്ണം പറയണം. പിന്നെ വായിക്കണേ. ഇപ്പോൾ ക്ലെയർ എത്ര എണ്ണം എഴുതിയെന്നും ടോട്ടൽ എണ്ണവും പറയും, എത്ര എണ്ണം എഴുതിയെന്ന് വായിക്കുകയും ചെയ്യും. ഏതൊക്കെ സാധനങ്ങളാണ്? ഞാൻ 7 എണ്ണം എഴുതിയിട്ടുണ്ട്. അതെന്തെല്ലാമാണെന്ന്: ചോക്ക്, ടേപ്പ്, സ്റ്റേപ്ലർ, വൈൻ ഗ്ലാസ്, 2 ഗ്ലൗസ്, ഫോൺ, നൈഫ്. ഓക്കെ, ഇനി അടുത്തത് അച്ചു. ഞാൻ 5 എണ്ണം എഴുതിയേ: പെൻ, വയർ, വൈൻ ഗ്ലാസ്, സാദാ ഗ്ലാസ്, നൈഫ്. ഓക്കെ, അച്ചുവിൻ്റെ മാക്സിമം ശ്രമിച്ച് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് ആൻമരിയ. വടി, പിന്നെ സ്റ്റേപ്ലർ, ഗ്ലൗസ്, ബോള്, ടേപ്പ്, പെന്ന്. മൊത്തം എത്ര എണ്ണം എഴുതി? 7 എണ്ണം. 7 എണ്ണം എഴുതി. എത്ര എണ്ണം? 7 എണ്ണം. ഓക്കെ, 7 എണ്ണം എഴുതി. മാർക്കർ, ഡസ്റ്റർ, വുഡൻ പീസ്, ലാമ്പ്, വയർ, പ്ലേറ്റ്, ചാർജർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗെയിമിലോട്ട് എല്ലാവർക്കും നല്ല ക്ലാപ്പ് കൊടുത്തേ. അപ്പോൾ ഈ ഗെയിമിൽ എത്ര പേരാ ഒരേ സ്കോർ നേടിയത്? 3 പേരും ഒരേ സ്കോറാണ് നേടിയത് അല്ലേ? ക്ലെയറും ആൻമരിയും സ്റ്റീഫനും. അവർക്കൂടി നല്ല ക്ലാപ്പ് കൊടുത്തേ. അച്ചുവിന് മാക്സിമം ട്രൈ ചെയ്തു അല്ലേ? അച്ചുവിന് ഒരു ക്ലാപ്പ് കൊടുക്കുക. ഇനി പോയിരുന്നു. അപ്പോൾ ഈ ഗെയിം കളിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? നമുക്ക് കുറച്ചും കൂടി മെമ്മറി പവർ ചെയ്യാൻ കഴിയും. കുറച്ചും കൂടെ നമ്മുടെ ഈ ഗെയിമിൽ വേണ്ടത് എന്തായിരുന്നു? മെമ്മറി. നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കാൻ അല്ലേ? കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാനുള്ള മെമ്മറി വേണമെന്നോ? ആണോ? അങ്ങനെയാണോ? അപ്പൊ നിങ്ങൾക്ക് മെമ്മറി ഇല്ലേ? കുറച്ചും കൂടെ വേണം. ഇംപ്രൂവ് ചെയ്യണം. നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യണം എന്നാ. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നല്ലൊരു തീരുമാനം എടുക്കണം കേട്ടോ. ഈ ഗെയിം കളിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന് മുതൽ
കൂടുതൽ ഓർത്തെടുക്കാൻ, കാര്യങ്ങൾ റീകോൾ ചെയ്യാനൊക്കെ നമ്മൾ ഇന്നു മുതൽ ട്രൈ ചെയ്യും അല്ലേ? ഓക്കെ. ഓ, ഗെയിം കളിച്ച് എല്ലാവരുടെയും മെമ്മറി ഷാർപ്പ് ആയിട്ടുണ്ടല്ലേ? എനിക്കിത് കിട്ടുന്നില്ലല്ലോ. ആഹാ, അച്ചു ചിത്രം വരയ്ക്കുവാണോ? ഒന്ന് കാണിച്ചേ. ചേച്ചി, എന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. നീ നെഗറ്റീവായി ചിന്തിക്കാതെ പോസിറ്റീവായി ചിന്തിക്കൂ. എത്രയോ പേർ ചിത്രം വരയ്ക്കുന്നു, പാട്ട് പാടുന്നു. അവർക്കൊക്കെ പറ്റുമെങ്കിൽ നിനക്ക് തീർച്ചയായും സാധിക്കും. പക്ഷേ ചേച്ചി, ഒരു പക്ഷേമില്ല. ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഒന്ന് പോസിറ്റീവായി ചിന്തിക്കുന്നതിലൂടെ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നില്ലേ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്. ഇന്നത്തെ ഈ സെഗ്മെന്റിലൂടെ നമുക്കെങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാമെന്ന് നോക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ്സ് ചിലപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചിന്തകൾ എങ്ങനെ ഇരിക്കുന്നോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പ്രവൃത്തി. കാരണം ഒരു പ്രവൃത്തിക്ക് മുമ്പ് ആദ്യം ഉണ്ടാകുന്നത് എന്താണ്? അതിനെക്കുറിച്ചുള്ള ചിന്തയാണ്, ആലോചനയാണ് അല്ലേ? അപ്പോൾ ആ ഒരു ചിന്ത നന്നായി വന്നാൽ അതിനുശേഷം ഉണ്ടാകുന്ന പ്രവൃത്തിയും നല്ലതായിട്ട് വരും അല്ലേ? അപ്പോൾ നമ്മുടെ ചിന്താരീതികളൊക്കെ എങ്ങനെയാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. റെഡിയാണോ? ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു ബോർഡ് ഉണ്ട്. ഇനി ഈ ബോർഡിൽ ഞാൻ ഒരു 9 ഡോട്ട്സ് വരയ്ക്കാൻ പോവാം. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എത്ര ഡോട്ട്സ് ഉണ്ട് ഇവിടെ? 9 ഡോട്ട്സ്. ഇനി ബാക്കി വരയ്ക്കേണ്ടത് നിങ്ങളാണ്. അതായത് ഈ 9 ഡോട്ട്സും നിങ്ങൾ കൈ വെച്ച് കഴിഞ്ഞാൽ കൈ എടുക്കാതെ 4 ലൈൻ ഉപയോഗിച്ച്, എത്ര ലൈനാ? 4 ലൈൻ ഉപയോഗിച്ച് ഈ 9 ഡോട്ട്സും കംപ്ലീറ്റ് ചെയ്യണം. കൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് കൈ എടുക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് കൈ പോകണം. 4 ലൈന് നിങ്ങൾക്ക് വരയ്ക്കാവൂ. റെഡിയാണോ? ആർ യു റെഡി? കൺഫ്യൂഷനിലാണോ? എങ്ങനെ വരയ്ക്കുന്നോർത്ത് ആണോ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് വരച്ചോ കേട്ടോ. അപ്പൊ ആദ്യം വരയ്ക്കാം. ധൈര്യമുള്ള ആളൊന്ന് വരട്ടെ. ആദ്യം ആരാ വരയ്ക്കുന്നേ? കൈപോക്ക് ആരാ വരുന്നേ? ആൻ പോരെ. നമുക്ക് നോക്കാം ആൻ എങ്ങനെ വരയ്ക്കുന്നതെന്ന്. വരച്ചോ. റൂൾസ് എല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? കൈ തിരിച്ചെടുക്കാൻ പാടില്ല. 4 ലൈനേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 4 ലൈൻ കേട്ടോ. ഓക്കെ, തുടങ്ങി. എല്ലാ ഡോട്ട്സും കംപ്ലീറ്റ് ചെയ്യണം. കൈ പുറകോട്ട് വരാനും പാടില്ലേ. അതായത് നമ്മൾ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അങ്ങനെ ബാക്കിലോട്ട് വരാൻ പാടില്ല. രണ്ട് ലൈൻ കഴിഞ്ഞു. മൂന്ന് ലൈൻ കഴിഞ്ഞു. ഇനി ഒറ്റൊരു ലൈനും കൂടെ ബാക്കിയുള്ളൂ. വരച്ചോ വരക്കി. വെറുതെ 4ാമത്തെ ലൈൻ വേസ്റ്റ് ആക്കണ്ട, വരച്ചോ. പക്ഷേ ഒരു ഡോട്ട് പുറത്തായി പോയി അല്ലേ? കുറച്ചും കൂടെ വിശാലമായി ചിന്തിക്കുന്ന ഒരാൾ വന്നേ. ഓക്കെ, ആൻ തിരിച്ചു പോയിക്കോളൂ, സാരമില്ല. കുറച്ചും കൂടെ വിശാലം. ആൻ വരിക വാ, പോരെ, വേഗം വാ. റൂൾസ് എല്ലാം അറിയാലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. വരച്ചോളൂ. കുറച്ചും കൂടെ വിശാലമായിട്ട് ചിന്തിച്ചേ, നന്നായിട്ട് ചിന്തിച്ചേ. ഇനി 2 ലൈനും കൂടെ ബാക്കിയുള്ളൂ. ഇപ്പം എത്ര ലൈൻ വരച്ചു? 1 2 3 4 കഴിഞ്ഞു.
അയ്യോ, ഇനി ലാസ്റ്റ് ചാൻസ്, ഒരാൾക്കും കൂടെ ചാൻസ് തരാം. ആരവസാനമായിട്ട് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു? ആത്മവിശ്വാസമുള്ള ഒരാളിങ്ങ് പോരെ. ആരാ വരുന്നേ? അമിത് വാ. പോര്. അമിത് ആലോചിച്ചോട്ടോ എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന്. ഓക്കെ, റെഡിയാണോ? വരയ്ക്കാൻ പറ്റുമോ? 4 ലൈനും വരയ്ക്കാൻ പറ്റുമോ? 1 2 3. കൈ എടുക്കാൻ പാടില്ല, പുറകോട്ട് എടുക്കാൻ പാടില്ല. 4. 4. 1 2 3 4. ഈ ലൈൻ അവിടെ പറ്റൂല. അപ്പോൾ അമിത്തിനും വരയ്ക്കാൻ പറ്റിയില്ല. സാരമില്ല, പോട്ടെ. ഇതെങ്ങനെയാ വരയ്ക്കുന്നതെന്ന് കാണണ്ടേ ഇനി? കാണണ്ടേ? സിസ്റ്റർ കാണിച്ചു തരാം. ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വിശാലമായി ചിന്തിച്ചാൽ മതി. അതായത് വരയ്ക്കട്ടെ? ശ്രദ്ധിച്ചു കാണണേ. ഞാൻ എന്തൊക്കെ റൂൾസാ പറഞ്ഞത്? കൈ പുറകോട്ട് എടുക്കരുത്, 4 ലൈൻ യൂസ് ചെയ്യണം, പിന്നെയോ ബാക്കിലേക്ക് പോകാൻ പാടില്ല, കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു കാണണേ. ഇപ്പൊ എത്ര ലൈനായി? 1 ലൈൻ. ഇപ്പോ 2 ലൈൻ. ഇപ്പോ 3. എത്ര ലൈൻ? 4. 4 ലൈനില് ഈ എല്ലാ ഡോട്ട്സും കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മൾ കുറച്ചും കൂടെ വിശാലമായി ചിന്തിക്കണം. അതെങ്ങനെയാ മനസ്സിലായേ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഈ ഡോട്ട്സിന്റെ പുറത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞില്ല. എന്താ റെസ്ട്രിക്ഷൻ, അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മളെപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന ടൈം ടേബിൾ അല്ലെങ്കിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ഫോർമേഷനിൽ നമ്മുടെ പാരൻസും അവരൊക്കെ ഫോം ചെയ്ത ലെവലിൽ നമ്മൾ നിൽക്കും അല്ലേ? പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താ? ഈ 9 ഡോട്ട്സിൻ്റെ ഉള്ളിൽ നിൽക്കാതെ, മറ്റുള്ള ഒരു ചട്ടക്കൂടിനകത്ത് നിൽക്കാതെ അതിൽ നിന്ന് പുറത്തോട്ട് വരണം അല്ലേ? അങ്ങനെ സുവിശേഷത്തിൽ ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരായിരിക്കും? എല്ലാവരിൽ നിന്നും ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്ത ഒരാള്. നമ്മളൊക്കെ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാം സാധ്യമാണെന്ന് പറഞ്ഞ ഒരാള്. ആരായിരിക്കും? ആലോചിച്ച് നോക്ക്, ആരായിരിക്കും? യോഹന്നാനൊന്നുമില്ല. ആരാ? ഈശോയാണ്. കാരണം നമുക്കറിയാം പാപിനിയായ സ്ത്രീയെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോ ഈശോ പറഞ്ഞു എന്ത്? നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോ സാധാരണ നമ്മളാണെങ്കിൽ എന്ത് ചെയ്തനാ? അവള് പാപം ചെയ്തതുകൊണ്ട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറയും. പക്ഷെ ഈശോ കണ്ടത് അവളുടെ ഉള്ളിലെ നന്മയാ കണ്ടത് അല്ലേ? അവളുടെ ഭാവിയിലെ അവൾക്കുള്ള സാധ്യതകൾ, അവൾക്ക് എത്രമാത്രം കഴിവുണ്ട്, അവള് എന്തുകൊണ്ടാണ് ആ തെറ്റിലേക്ക് പോയത്, അതിനൊക്കെ വിശാലമായിട്ട് ഈശോ കണ്ടു അല്ലേ? ഇനി അതുപോലെ നമ്മൾ അന്ന് കാലത്തൊക്കെ വിശ്വസിച്ച് മരിച്ചവരാരെങ്കിലും ഉയർപ്പിക്കുവോ? ഇല്ല. പക്ഷേ ഈശോ ലാസറിനെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. അങ്ങനെ ഈശോയെ പോലെ കൂടുതൽ വിശാലമായി ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാതെ അല്പം വ്യത്യസ്തമായി ചെയ്യാനായിട്ട് ഇനി മുതൽ നമുക്ക് തീരുമാനിക്കാം. എല്ലാം ചെയ്യാൻ കൃപയും ശക്തിയും തരുന്ന ദൈവത്തെ നമുക്ക് ഒന്നിച്ച് പാടി സ്തുതിക്കാം. അപ്പൊ നമുക്ക് പാട്ട് പാടി ഈശോയെ സ്തുതിച്ചാലോ? പാട്ട് പാടിത്തരാം. എന്നെ എനിക്ക് ഇഷ്ടമാണ്, എന്നോടെനിക്ക് മതിപ്പാണ്. പാടിക്കേ. എന്നെ എനിക്ക് ഇഷ്ടമാണ്, എന്നോടെനിക്ക് മതിപ്പാണ്.
ദൈവത്തോട് സ്നേഹമാണ് നന്ദിയാണ് നാനേ 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 അച്ഛനും അമ്മയും സോദരൻ സ്നേഹിതൻ വീടും നാടും ഇഷ്ടമാണ് അച്ഛനും അമ്മയും സോദരൻ സ്നേഹിതൻ വീടും നാടും ഇഷ്ടമാണ് ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ് നന്ദിയാണ് ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ് നന്ദിയാണ് നാനേ 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 എന്നെ എനിക്ക് ഇഷ്ടമാണ് എന്നോടെനിക്ക് മതിപ്പാണ് എന്നെ എനിക്ക് ഇഷ്ടമാണ് എന്നോടെനിക്ക് മതിപ്പാണ് ഈ മുഖം ഈ നിറം വണ്ണവും പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ് ഈ മുഖം ഈ നിറം വണ്ണവും പൊക്കവും പേരും രൂപവും ഇഷ്ടമാണ് ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ് നന്ദിയാണ് ഇതേകിയ ദൈവത്തോട് സ്നേഹമാണ് നന്ദിയാണ് നാനേ 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 സകലതും പൊറുക്കുന്ന സകലതും ക്ഷമിക്കുന്ന സകലത്തിനെയും സ്നേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് വീക്ഷിക്കുന്ന നല്ലവനായ ഈശോയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. മക്കളെ, ക്ഷമ എന്ന പുണ്യം അത് നമുക്ക് സ്വന്തമായി നേടിയെടുക്കാൻ സാധിക്കില്ല. അത് ദൈവം കൃപയായി നമ്മുടെ ജീവിതത്തിൽ നൽകണം. ഗെയിം ഇതാണ്. ബലൂൺ കണ്ടില്ലേ? എത്ര അധികം ബലൂൺസ് വീർപ്പിച്ച് പൊട്ടിക്കുന്നു ആ ആളാണ് വിജയ്.